കാസർഗോഡ് കുമ്പള ടോൾ ഗേറ്റ് നിർത്തലാക്കിയ ഉത്തരവിൽ അവകാശവാദം ഉന്നയിച്ച ബിജെപിക്ക് മറുപടിയുമായി എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. ഒരു നാട്ടിലെ ജനത കൊടിയുടെ നിറം നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നതോടെ അത് തുളുനാട്ടിൽ നിന്നും രാജ്യത്തിനുള്ള സന്ദേശമായി മാറി. അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ ഏത് സമരമുഖത്താണ് ഉണ്ടായത് എന്നും ജനങ്ങളെല്ലാം കാണുന്നുവെന്നും എം.എൽ.എ. പറഞ്ഞു. ഫാഷന്റെ തലസ്ഥാനമായ കാസർഗോഡിലേക്ക് കേരളത്തിന്റെ ആദ്യത്തെ വെഡിംഗ് മാൾ ഷോപ്പിക വെഡ്ഡിംഗ്സ് എത്തുന്നു. ഷോപ്പിക വെഡ്ഡിംഗ്സ് MG റോഡ് കാസർഗോഡ്. ഗ്രാൻഡ് ഓപ്പണിംഗ് ഫെബ്രുവരി 7 രാവിലെ 10:30. മഞ്ചേശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ ജനകീയ മുന്നേറ്റം നടത്തിയ ടോൾ സമരം വിജയം കണ്ട സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഞങ്ങളൊക്കെ. സത്യത്തിനും ഈ സമരമുഖം ഈ നാട്ടിലെ ഓരോരുത്തരും നേരിട്ട് കണ്ടതാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപെടൽ. ഞങ്ങൾ അവസാനം ഒരു ഭാഗത്ത് സമരം, മറുഭാഗത്ത് നിയമപീഠകത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിനിടയിൽ 11-ാം തീയതി കോടതി വിധി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കെതിരെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന് അത് റദ്ദ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് വസ്തുത. ആർക്കും അവകാശവാദം ഉന്നയിക്കാം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ല. അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ ഏത് സമരമുഖത്തുണ്ടായിരുന്നു? ആക്ഷൻ കമ്മിറ്റിയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ? ജനങ്ങളൊക്കെ ലൈവായി എല്ലാം കാണുന്നുണ്ട്. ഞങ്ങൾ ഈ സമയത്ത് ഒന്നേ പറയുന്നുള്ളൂ, അവകാശവാദത്തിനില്ല. ഈ നാട്ടിലെ ജനങ്ങൾ കൊടിയുടെ നിറം നോക്കാതെ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഇന്ത്യക്കൊരു മെസ്സേജ് തുളുനാടിൻ്റെ മണ്ണ് നൽകി. ജനദ്രോഹ അന്യായ ഏത് പദ്ധതികൾ വന്നാലും ഇതേ രീതിയിൽ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും. ഇവിടുത്തെ ഒരു MLA എന്ന നിലയ്ക്ക് സന്തോഷമാണ്. ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന ഉത്തരവാദിത്വം, അവിടെയുള്ള എല്ലാ സമരങ്ങളിലും നിർണായക പങ്കാളിത്തം, നിയമസഭയിൽ 2 പ്രാവശ്യം ഒരു സബ്മിഷൻ, ഒരു കോളിംഗ് അറ്റൻഷൻ, കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള ജില്ലയിലെ മറ്റ് MLA മാർ എല്ലാവരുടെയും ഇടപെടൽ ഈ ടോള് റദ്ദ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. BJPക്ക് മാത്രം ഇക്കാര്യത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. കാരണം 9 മാസം മുമ്പ് ഞങ്ങൾ ഈ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് അത് താൽക്കാലിക ടോൾ. സമരം കൊള്ളുമ്പോഴാണ് അവർക്ക് പറയേണ്ടി വന്നത് അത് അന്യായ ടോൾ. എന്തായാലും ഞങ്ങളുടെ സമരം വിജയിച്ചൊരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. സംതൃപ്തിയുണ്ട്. ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ നാടിൻ്റെ ഒരുപാട് ഇഷ്യൂസിൽ ഒന്നിച്ചു നിൽക്കും.